ഇനീഷ്യലി ആ ഒരു സ്ട്രഗിൾസ് ഞാനിപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഉറങ്ങാതിരുന്ന കാര്യങ്ങളും എസ്പെഷ്യലി ഫിസിക്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാകും. നമ്മൾ ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താ ക്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. സോ ദാറ്റ്സ് എ വെരി ഇനീഷ്യൽ ഒരു ബിഗിനറിന് വരുന്ന വലിയൊരു പ്രശ്നമാണ്. ക്ലാസ് മനസ്സിലായി, ഇക്വേഷൻസ് അറിയാം, പക്ഷേ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. സോ ദാറ്റ്സ് ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ ഫിസിക്കാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു ചാപ്റ്റർ പഠിച്ചു, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊരു മോഷൻ ഇൻ 1D പഠിച്ചു, സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു, മോഷൻ ഇൻ 2D അതിൽ പറയുന്ന സമയത്ത് ഇതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഒരു ആക്സസ് കൂടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ് ആക്സിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വൈ ആക്സസ് കൂടി വന്നു, ഇതിനെ റിലേറ്റ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, അവിടെ സംഭവിക്കുന്നത് എന്താണ്, യു ഹാവ് ടു ഇമാജിൻ ദാറ്റ്. ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും എല്ലാം ഗ്രാജുവലി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഈ ഒരു ലാംഗ്വേജ് ആണ് ഞാൻ ആ ക്വസ്റ്റ്യനിൽ കണ്ടത്. സോ ഇറ്റ് ഈസ് സിമിലർ ടു ദിസ് തിങ്. ഒരാളൊരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇതൊരു നോളജാണ്. ആ ഒരു നോളജ് വരുന്നത് ഞാൻ ആ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ്, എനിക്ക് ആ സിനാരിയോ അറിയുന്നത് കൊണ്ടാണ്. സോ ആ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ഗ്രാജുവലി പ്രാക്ടീസ് വെച്ച് മാത്രമേ വരികയുള്ളൂ.